സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എഡിജിപി അജിത് കുമാർ എന്ന HRDS സെക്രട്ടറി അജി കൃഷ്ണൻ. മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടരുതെന്ന് ഷാജ് കിരൺ വഴി സ്വപ്നയോട് പറഞ്ഞു. സ്വപ്നയോട് സംസാരിക്കുന്നതിനിടെ ഷാജിന് എഡിജിപിയുടെ കോൾ വന്നു. HRDS സ്റ്റാഫ് ഇതിന് സാക്ഷികളാണെന്നും അജി കൃഷ്ണൻ പ്രതികരിച്ചു. ഷാജ് കിരൺ അവിടെ സ്വപ്നയെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്ന സമയത്താണ് നിരന്തരം ADGPയുടെ കോള് ഷാജ് കിരണിൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഷാജ് കിരൺ അത് കാണിച്ചു, ഇത് ADGP വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. എനിക്ക് ഇപ്പോൾ അദ്ദേഹത്തോട് പറയണം, നിങ്ങളുടെ മറുപടി തരൂ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതായത് ഈ വിഷയത്തിൽ സ്വപ്നയെ നിശബ്ദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ADGPയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അന്ന് ഈ ഷാജ് കിരൺ വന്ന വിഷയം തന്നെ സ്വപ്ന അവിടെ നമ്മുടെ HRDSന്റെ പാലക്കാട് ഓഫീസിൽ പ്രസ് മീറ്റ് വിളിച്ചിട്ട് തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ റെക്കോർഡ്സൊക്കെ ആളുകളെ കാണിച്ചു കൊടുത്താണ്, ഓഡിയോ ഒക്കെ ആളുകൾക്ക് കൊടുത്താണ്. വിശദാംശങ്ങളുമായി ജോസഫ് തോമസ് ആണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ജോസഫ്, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ADGP MR അജിത് കുമാറിനെതിരെ ഇങ്ങനെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ HRDS സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വലിയ ഗുരുതര ആരോപണം തന്നെയാണ് ADGP അജിത് കുമാറിനെതിരെ HRDSന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ അജി കൃഷ്ണൻ ആരോപിക്കുന്നത്. അതായത് 2022 മെയിൽ HRDSന്റെ പാലക്കാടുള്ള ഓഫീസിൽ ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തി വരുന്നു. ഈ ഷാജ് കിരൺ വന്നിട്ട് സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തുന്നു. ADGP അജിത് കുമാർ ഈ സമയമെല്ലാം ഷാജ് കിരണിന്റെ ഫോണിൽ നിരന്തരം ഫോൺ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. ഇതെല്ലാം സ്വപ്ന സുരേഷിനെ കാണിച്ചു കൊടുക്കുന്നു. എനിക്കൊരു കൃത്യമായ മറുപടി, ഒരു ഉത്തരം ADGP അജിത് കുമാറിന് നൽകേണ്ടതുണ്ട് എന്ന് ഷാജ് കിരൺ പറഞ്ഞതായിട്ടും, അതോടൊപ്പം ഈ ഫോൺ വിളിക്കുന്നതെല്ലാം അവിടെ HRDSന്റെ പാലക്കാട് അന്നുണ്ടായിരുന്ന ജീവനക്കാരെല്ലാവരും കണ്ടു, അതിന് സാക്ഷികളാണ്. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ഒരു പരിധി വിട്ട് വെളിപ്പെടുത്തലുകൾ ഒന്നും നടത്തരുത്, അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് HRDS ജനറൽ സെക്രട്ടറി അജി കൃഷ്ണൻ മനോരമ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ആരോപണമായിട്ടാണെങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ADGP അജിത് കുമാറിന് എതിരെയുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ കൂടിയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായി. അതിന് നേതൃത്വം നൽകിയത് ADGP അജിത് കുമാർ ആണ് എന്ന് HRDS ജനറൽ സെക്രട്ടറി അജി കൃഷ്ണൻ പറയുന്നത്. സ്വപ്ന സുരേഷിനെ ഫോണിൽ വിളിച്ച ADGP, അല്ലെങ്കിൽ അത് ഫോണിൽ വിളിക്കുന്നത് ഷാജ് കിരണിന്റെ ഫോണിലേക്കാണ്. ഇതിനെല്ലാം HRDSന്റെ അവിടെയുള്ള ജീവനക്കാർ സാക്ഷികളാണ്. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇതൊരു നിയമ നടപടികളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും മൊഴി കൊടുക്കാനായിട്ട് HRDSലെ പാലക്കാട്ടെ ജീവനക്കാർ തയ്യാറാണ് എന്നുകൂടിയാണ് HRDS ഇന്ത്യ ജനറൽ സെക്രട്ടറി അജയ് കൃഷ്ണൻ വ്യക്തമാക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു പരിധി വിട്ട്, അല്ലെങ്കിൽ ഒരു സ്വപ്ന സുരേഷ് നിരന്തരം ഉന്നയിച്ചിരുന്ന വിവിധ വിഷയങ്ങൾ, ആരോപണങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ ഒരു പരിധി വിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകരുത് എന്നുള്ളതായിരുന്നു നിർദ്ദേശം എന്നുള്ളതാണ് അജയ് കൃഷ്ണൻ ആരോപിക്കുന്നത്. അതിന് തെളിവുകൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ടൊരു തീയതി പറയുന്നില്ല. എങ്കിലും 2022 മെയിലാണ് ഈ വിധത്തിൽ ഷാജ് കിരൺ പാലക്കാട്ടെ HRDSന്റെ ഓഫീസിൽ എത്തിയതെന്ന് പറയുന്നു. അതോടൊപ്പം ഷാജ് കിരണിന്റെ ഫോണിലേക്ക് ADGP അജിത് കുമാർ നിരന്തരം വിളിച്ചു, സന്ദേശം അയച്ചു. അതിന് ഇത് തന്നെ ADGP ആണ് വിളിക്കുന്നത്, എനിക്ക് ഉടനെ ഒരു മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഷാജ് കിരൺ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയത് പാലക്കാട്ടെ HRDSലെ ജീവനക്കാർ കണ്ടു എന്നുകൂടി ഇപ്പോൾ അജി കൃഷ്ണൻ വ്യക്തമാക്കും.